നെക്സ്റ്റ് ടെൻസിലേക്ക് പോവാം. തേർഡ് വൺ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഏത് കേസിലാണ് ജനറലി നമ്മൾ പറയുമ്പം എന്തെങ്കിലും ഒരു കാര്യം പാസ്റ്റിൽ കഴിഞ്ഞു പോയി പക്ഷേ ഇപ്പോഴും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് എന്ന് പറയുന്ന സിറ്റുവേഷൻസിലാണ് ജനറലി നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അത് ഏതൊക്കെ കേസസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സെൻറ്റൻസിൻ്റെ സിൻടാക്സ് എന്താണെന്ന് നോക്കാം. നോക്കിക്കോളൂ. സബ്ജക്റ്റ് ഉണ്ടാവും, സബ്ജക്റ്റിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവും, വെർബിൻ്റെ V3 ഫോം ഉണ്ടാവും, പിന്നെ ബാക്കി സെൻറ്റൻസിൽ എന്താണോ ഒബ്ജക്റ്റ് അതെന്താണോ അതുണ്ടാവും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ നമ്മുടെ ഏത് ഓക്സിലറി വെർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു ഹാവ്. നമ്മളിവിടെ നമ്മുടെ പ്രൈമറി ഓക്സിലറി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രൈമറി ഓക്സിലറിയിൽ ടു ഹാവിൻ്റെ ഫോംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രസന്റ് ടെൻസ് ആണ്. സോ ഹാവ് അല്ലെങ്കിൽ ഹാസ് യൂസ് ചെയ്യും, അതിൻ്റെ കൂടെ വെർബിൻ്റെ തേർഡ് ഫോമാണ് യൂസ് ചെയ്യണേ, പിന്നെ ഒബ്ജക്റ്റ് എന്തായാലും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഹാസ് യൂസ് ചെയ്യണേ, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഹാവ് യൂസ് ചെയ്യണേ? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ there we use has. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ there we use have. അപ്പം നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ നമ്മൾ പഠിച്ചു ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് സബ്ജക്റ്റ് സിംഗുലർ ആവണേ, ഏതൊക്കെ സിറ്റുവേഷനിലാണ് സബ്ജക്റ്റ് പ്ലൂറൽ ആവണം. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ there we use has. If the subject is plural there we use have. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമ്മൾ പ്രൊനൗൺസിലേക്ക് വരുമ്പോൾ നമ്മൾ ഹാസ് യൂസ് ചെയ്യണത് ഷീയുടെ കൂടെ യൂസ് ചെയ്യും, ഹീയുടെ കൂടെ യൂസ് ചെയ്യും, പിന്നെ ഇറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യും. യെസ്. ഇനി ഹാവ് നമ്മൾ യൂസ് ചെയ്യണത് ദേയുടെ കൂടെ യൂസ് ചെയ്യും, വിയുടെ കൂടെ യൂസ് ചെയ്യും, ഐയുടെ കൂടെ യൂസ് ചെയ്യും, യുടെ കൂടെ യൂസ് ചെയ്യും. മനസ്സിലായോ? ആദ്യത്തെ ഈ 3 പ്രൊനൗൺസിൻ്റെ കൂടെ ഹാസ് നമ്മൾ യൂസ് ചെയ്യണത് ഹി ഷീ ഇറ്റിൻ്റെ കൂടെയാണ്. അതേപോലെ ഹാവ് യൂസ് ചെയ്യണത് ദേ വി ഐ യുടെ കൂടെയാണ്. മനസ്സിലായല്ലോ? സോ നമുക്ക് യെസ് ലെറ്റ് സീ സം എക്സാമ്പിൾ സെൻറ്റൻസസ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസസ് നോക്കാം. ആഫ്റ്റർ ദാറ്റ് വിൽ സീ ദ കേസസ്. നമുക്ക് ഏതൊക്കെ കേസസിലാണ്, കേസസ് ഇൻ വിച്ച് വി യൂസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, ഏതൊക്കെ കേസിലാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ സെൻറ്റൻസ് നോക്കിക്കോളൂ. They have gone to the party. They have gone to the party this week. They have gone to the party this week. Okay. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ദിസ് വീക്ക് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. എഗെയിൻ ഇവിടെ ദിസ് വീക്ക് വന്നപ്പോൾ നമ്മൾ അവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്ത് നമുക്ക് കൺഫ്യൂഷനായി. അതായത് പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ദിസ് വീക്ക്, ദിസ് മന്ത്, ദിസ് ഇയർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യണത് ഫ്യൂച്ചറിൽ നടക്കാൻ പോണ കാര്യത്തിനാണ്. ഫ്യൂച്ചറിൽ നടക്കാൻ പോണ കാര്യം എന്ന് പറയുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ദിസ് വീക്ക്, ദിസ് മന്ത് എന്നുള്ള ആ ഒരു ഫ്രേസിൻ്റെ കൂടെ നമ്മൾ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യണത് ഈ ഒരു കാര്യം, ഈ ആഴ്ച അവൻ അവളെ കണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ആഴ്ച അവർ പാർട്ടിക്ക് പോയായിരുന്നു, ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്. ഓക്കെ, ഇപ്പം ഞാൻ തേഴ്സ്ഡേ ഞാൻ സംസാരിക്കുവാണ്, തേഴ്സ്ഡേ ഞാൻ ഒരാളോട് ഞാൻ പറയുകയാണ് ഈ ആഴ്ച അവർ പാർട്ടിക്ക് പോയായിരുന്നു എന്ന് ഞാൻ പറയുമ്പം അവർ പാർട്ടിക്ക് പോയത് ഞായറാഴ്ചയാവാം, തിങ്കളാഴ്ചയാവാം, ബുധനാഴ്ചയാവാം, ചൊവ്വാഴ്ചയാവാം, എന്തായാലും തേഴ്സ്ഡേക്ക് മുമ്പാണ്. അല്ലെങ്കിൽ ആ സംസാരിക്കണ സമയത്തിന് ഇപ്പം ഞാൻ ഇന്ന് തേഴ്സ്ഡേ ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് ഞാൻ സംസാരിക്കണതെങ്കിൽ തേഴ്സ്ഡേ ഉച്ചയ്ക്ക് 2:29 വരെ ഏതോ ഒരു സമയം ഈ ആഴ്ചയിൽ അവർ പാർട്ടിക്ക് ഓൾറെഡി പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഇനി പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ഞാൻ യൂസ് ചെയ്യണ സമയത്ത് ദിസ് വീക്ക് എന്നാണെങ്കിൽ ഇതേപോലെ ഞാൻ തേഴ്സ്ഡേ ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് ഞാൻ പറയണതെങ്കിൽ യെസ് തേഴ്സ്ഡേ ഉച്ചയ്ക്ക് 2:31 തൊട്ട് ശനിയാഴ്ച വരെ ഉള്ള സമയം അല്ലേ, ആ ഒരു വീക്ക് കഴിയണ വരെ ഉള്ള ആ ഒരു സമയത്ത് അവർ പോവുകയാണ്, ഇതുവരെ അവർ പോയിട്ടില്ല, ഫ്യൂച്ചറിൽ നടക്കാൻ പോണ ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? യെസ്. They have gone to the party. They have gone to the party this week. ഈ ആഴ്ച അവർ പാർട്ടിയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ദേ എന്ന് പറയുന്നതിൻ്റെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഗോ എന്ന് പറയുന്ന വെർബിൻ്റെ തേർഡ് ഫോമായ ഗോൺ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കണം. മനസ്സിലായല്ലോ? വേറൊരു എക്സാമ്പിൾ നോക്കാം. She has
come to Mumbai before. Come to Mumbai before. ഇതിന് മുമ്പ് അവൾ മുംബൈയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഷീ എന്ന് പറയുന്നതിന് ശേഷം നമ്മൾ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്. സോ നമ്മൾ ഹാസ് യൂസ് ചെയ്തു. കമ്മിൻ്റെ തേർഡ് ഫോം. കമ്മിൻ്റെ പ്രത്യേകത എന്താണ്? കമ്മാണ് അതിൻ്റെ ഫസ്റ്റ്, കേം സെക്കൻഡ്, കമ്മാണ് തേർഡ്, കമ്മിങ് ആണ് ഫോർത്ത്. മനസ്സിലായോ? കം, കേം, കം, കമ്മിങ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ തേർഡ് ഫോം ഓഫ് ദി വെർബ് കമ്മാണ് യൂസ് ചെയ്തേക്കണം. മനസ്സിലായല്ലോ? യെസ്. അപ്പം ഇനി നമുക്ക് നോക്കാം നമ്മൾ ഏതൊക്കെ കേസസിലാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ കേസ് നോക്കിക്കോളൂ. എ ടാസ്ക് ഓർ ആക്ഷൻ ദാറ്റ് ഹാസ് ജസ്റ്റ് എൻഡഡ്. ജസ്റ്റ് എൻഡഡ് അല്ലെങ്കിൽ ജസ്റ്റ് കംപ്ലീറ്റഡ്, വാട്ട് എവർ ഇറ്റ് മേ ബി. ഒരു കാര്യം അല്ലേ, ഇപ്പം തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അവിടെ ഏത് ടെൻസ് യൂസ് ചെയ്യും? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ, ഐ സോ ഹിം, I saw him just a while before. I saw him just a while before. തൊട്ട് മുമ്പ് ഞാനിപ്പോൾ എന്ത് ചെയ്തു? അവനെ കണ്ടു. സോ ആ കാര്യം എന്താണ്? ജസ്റ്റ് കഴിഞ്ഞു പോയൊരു കാര്യമാണ് അല്ലേ. ഇപ്പം ഞാനൊരാളോട് ഒരു ആരെങ്കിലും ഇപ്പം ഒരു കോമൺ ആയി രണ്ടുപേർക്ക് അറിയാവുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ അവനെ കണ്ടിട്ട് ഇപ്പോൾ കുറേ ദിവസമായല്ലോ എന്നിപ്പോൾ ഞാൻ പറയുവാണ്. അപ്പോൾ എന്നോട് വേറൊരാൾ പറയണേ, ഇല്ല ഞാനിപ്പോൾ അവനെ തൊട്ട് ഒരു മിനിറ്റ് മുമ്പ് ഞാൻ കണ്ടേ ഉള്ളൂ, എ മിനിറ്റ് ബിഫോർ, അല്ലെങ്കിൽ ജസ്റ്റ് എ വൈൽ ബിഫോർ, ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ തൊട്ട് മുമ്പ് നടന്നൊരു കാര്യമാണ്. ദർ വി ഹാവ് ടു യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. സോ ഐ ഹാവ് സീൻ ഹിം. I have seen him. They left for the party. They left for the party. Just an hour ago. Just an hour ago. അല്ലേ? തൊട്ട് മുമ്പാണ്, ഒരു മണിക്കൂർ മുമ്പാണ് അവരെന്ത് ചെയ്തത്? ഈ പാർട്ടിക്ക് വേണ്ടി അവർ പുറപ്പെട്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇപ്പം റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു കാര്യം. അപ്പോൾ നോക്കിക്കോളൂ, ദേ ലെഫ്റ്റ് ഫോർ ദ പാർട്ടി അല്ല, ദേ ഹാവ് ലെഫ്റ്റ് ഫോർ ദ പാർട്ടി. ദേ ഹാവ് ലെഫ്റ്റ് ഫോർ ദ പാർട്ടി. മനസ്സിലായല്ലോ? യെസ്. അപ്പം നമ്മൾ എവിടെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യണേ? ഫസ്റ്റ് കേസ്, എന്തെങ്കിലും ഒരു കാര്യം വേറൊരു എക്സാമ്പിൾ നോക്കാം. ഗ്രാൻഡ് ഫാദർ along with his grandchildren started watching a new web series recently. A new web series recently. Okay. അപ്പോൾ ഇവിടെ ഗ്രാൻഡ് ഫാദർ അയാളുടെ ഗ്രാൻഡ് ചിൽഡ്രൻ്റെ കൂടെ ഇപ്പോഴാണ് ഒരു വെബ് സീരീസ്, ഈ അടുത്താണ് അവർ ആ വെബ് സീരീസ് കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് 1 along with എന്നുള്ള ഫ്രേസും, സബ്ജക്റ്റ് 2 ആണെങ്കിൽ വെർബായാലും പ്രൊനൗൺ ആയാലും സബ്ജക്റ്റ് 1-നനുസരിച്ചിട്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ തൊട്ട് മുമ്പ് കഴിഞ്ഞ കാര്യം അല്ലേ, ഈ അടുത്ത് അവരൊരു വെബ് സീരീസ് കണ്ടു തുടങ്ങി എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ അടുത്ത് അവരൊരു വെബ് സീരീസ് കണ്ടു തുടങ്ങി. സോ തൊട്ട് മുമ്പ് കഴിഞ്ഞ ഒരു കാര്യമാണ്. സോ നമ്മളിവിടെ പാസ്റ്റ് ടെൻസ് അല്ല യൂസ് ചെയ്യേണ്ടത്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഗ്രാൻഡ് ഫാദർ സിംഗുലർ ആണ്. സോ ഹാസ് സ്റ്റാർട്ടഡ്. യെസ്. വേറൊരു എക്സാമ്പിൾ, ദ ട്രെയിൻ ജസ്റ്റ് ലെഫ്റ്റ് ദി സ്റ്റേഷൻ. The train just left the station. ഇപ്പോൾ
ഈ സ്റ്റേഷൻ വിട്ടു പോയതേ ഉള്ളൂ. സോ ഇവിടെ ലെഫ്റ്റ് അല്ല, ഹാസ് ലെഫ്റ്റ്. ജസ്റ്റ് ഹാസ് ലെഫ്റ്റ് ദി സ്റ്റേഷൻ. ഇപ്പോൾ ഈ ആഡ്വർബ് ഉണ്ടെങ്കിൽ അല്ലേ, റീസെൻ്റ്ലി, ജസ്റ്റ് എ വൈൽ ബിഫോർ, ജസ്റ്റ് ആൻ ആർ ബിഫോർ, ജസ്റ്റ് ആൻ ആർ എഗോ എന്നൊക്കെ ഉള്ള ആഡ്വർബ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? നമ്മുടെ വെർബ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? സോ ഇതാണ് ഫസ്റ്റ് കേസ്.